ഗൈസ് എല്ലാവർക്കും അറിയാലോ 2014 ISL എന്ന് പറയുന്ന ഒരു പുതിയ ലീഗ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ആദ്യം ഒരു ഷോർട്ട് ലീഗ് എന്ന നിലയിൽ തുടങ്ങിയിട്ട് പിന്നീട് 2017 മുതലാണ് അതൊരു ടോപ്പ് ടയർ ലെവലിലേക്ക് മാറുന്നത്. 11 വർഷങ്ങൾക്കിപ്പുറം നമ്മൾ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തിരിഞ്ഞു നോക്കുന്നതിന് മുമ്പ് നമുക്ക് മുന്നോട്ടൊന്ന് നോക്കാം. കാരണം അടുത്ത സീസൺ ഒരു അൺസർട്ടനിറ്റിയിലാണ്. എന്തായിരിക്കും ലീഗിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് നമുക്കറിയാമല്ലോ. കുറച്ച് നാളുകൾക്കൊക്കെ മുമ്പ് ചിലർ പറയുന്നത് കാണാം, അതായത് നമ്മളുടെ പ്ലേയേഴ്സിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ISL വന്നതിന് ശേഷം വലിയ തോതിലുള്ളൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളത് ഞാൻ അതിൽ വലുതായിട്ട് വിശ്വസിക്കുന്നില്ല. നമ്മുടെ പ്ലേയേഴ്സിൻ്റെ ഒരു ക്വാളിറ്റി ചേഞ്ച് ഉണ്ടായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടുണ്ട്, ചെറിയ തോതിലാണ്. പക്ഷേ ഈ ഒരു ക്വാളിറ്റി ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ ടീമിനോ അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന് ഗുണകരമായിട്ടല്ലേ വരേണ്ടത്. അത് നമ്മൾ ഏത് പെർസ്പെക്റ്റീവിൽ നോക്കണം. കാരണം ഫുട്ബോൾ എന്ന് പറയുന്ന ഒരു ഗെയിം ഇപ്പം ഒരു സ്പോർട്ടാണല്ലോ, ഇതൊരു കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള സ്പോർട്ടാണ്. നേഷൻസ് തമ്മിൽ അല്ലെങ്കിൽ ക്ലബ്ബുകൾ തമ്മിലൊക്കെ കളിക്കുന്നത്. അപ്പം ആ തരത്തിലൊരു കോമ്പറ്റീറ്റീവ് പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഈ ഒരു 10-11 വർഷങ്ങൾക്കിപ്പുറം മുന്നോട്ടാണോ പോയത് പിന്നോട്ടാണോ പോയത് എന്നുള്ളതാണ്. നമ്മളുടെ ഉള്ളിൽ നിന്നുള്ള ക്വാളിറ്റി അല്ല ഞാൻ പറയുന്നത്, മറ്റ് ടീമുകളുമൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉള്ളൊരു കാര്യമാണ് പറയുന്നത്. നമുക്കിപ്പോൾ നമ്മുടെ റാങ്കിങ്ങിലൊക്കെ താഴെയുള്ള അല്ലെങ്കിൽ നമ്മളൊക്കെ മുമ്പ് പലപ്പോഴും തോൽപ്പിച്ചിരുന്ന ടീമുകളായിട്ട് പോലും വിജയിക്കാൻ പറ്റാത്ത അവസരത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. അതുപോലെ ക്ലബ് കോമ്പറ്റീഷൻസിലൊക്കെ എടുത്തു കഴിഞ്ഞാലും നമ്മളുടെ അവസ്ഥ എന്താണെന്നുള്ളത് അറിയാമല്ലോ. സമീപകാലത്തൊന്നും AFC ടൂർണമെൻറ്റുകൾ ഒരു നല്ല പ്രകടനം നടത്താൻ ഒരു ഇന്ത്യൻ ക്ലബിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. എസ്പെഷ്യലി ISL ക്ലബ്ബുകൾക്ക് AFC സ്പോട്ട് കൊടുത്തതിന് ശേഷമെന്ന് നമുക്ക് സ്പെസിഫിക് ആയിട്ട് തന്നെ പറയാൻ പറ്റും. കാരണം അതിനു മുമ്പ് ഇപ്പോൾ BFC ഒക്കെ I ലീഗിൽ കളിക്കുന്ന സമയത്ത് അവർക്ക് AFC കപ്പിൻ്റെ സെമിഫൈനൽ അല്ലെങ്കിൽ ഫൈനൽ വരെ എത്താൻ സാധിച്ചു. അതിന് മുമ്പും പല ടീമുകൾ AFC കപ്പിലൊക്കെ നല്ല പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ കാലം മാറിയതിനനുസരിച്ചിട്ടുള്ള ഈ ഒരു നേരിയ പുരോഗതി പ്ലേയേഴ്സിൽ ഉണ്ടായത് ഇന്ത്യൻ ഫുട്ബോളിന്, പ്രത്യേകിച്ച് നമ്മളുടെ ഏറ്റവും വലിയ ഡ്രീം ആയിട്ടുള്ള വേൾഡ് കപ്പിലേക്കൊക്കെ ഉള്ളൊരു യോഗ്യതയ്ക്ക് സഹായിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിലവിൽ ഏഷ്യൻ കപ്പിലേക്കെങ്കിലും യോഗ്യത നേടുമോ എന്നുള്ള കാര്യം ഒരു സംശയത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ്. ISL പോലെ വീഡിയോ ക്വാളിറ്റിയിലൊക്കെ ഗ്ലാമറസ് ആയിട്ടുള്ള ഓവർ പെയ്ഡ് ആയിട്ടുള്ള ഈ ഒരു ലീഗ് കൊണ്ട് നമുക്ക് ഇന്ത്യൻ ഫുട്ബോളിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം ഒരു ബിഗ് നോ തന്നെയാണ്. കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള ജോർദാൻ പോലെയുള്ള രാജ്യങ്ങൾ അവരുടെ ലീഗൊന്നും അത്ര പോപ്പുലർ ഒന്നുമല്ല, പക്ഷേ അവരിതാ ലോകകപ്പിലേക്ക് കളിക്കാനായിട്ടുള്ളൊരു യോഗ്യത ഉറപ്പാക്കുന്നു. നമ്മൾ 5000 കോടി കഴിഞ്ഞ 11 വർഷങ്ങളിൽ സ്പെൻഡ് ചെയ്തെങ്കിൽ അതിൻ്റെയൊക്കെ എത്രയോ കുറവാണ് ഇവരൊക്കെ സ്പെൻഡ് ചെയ്തത്. അതിൽ ഉസ്ബെക്കിസ്ഥാനൊക്കെ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അവരുടെ യൂത്ത് ഡെവലപ്മെൻറ്റിലാണ് എന്നുള്ളതാണ്. അവരുടെ ലീഗിൽ കളിക്കുന്ന പ്ലേയേഴ്സിനൊന്നും ഇന്ത്യൻ പ്ലേയേഴ്സിൻ്റെ ഒന്നും 7 അയലത്തുള്ള സാലറി പോലും കിട്ടുന്നില്ല. പക്ഷേ ആ ഒരു രാജ്യമാണ് ലോകകപ്പിലേക്കൊക്കെയുള്ള ഒരു യോഗ്യത ഉറപ്പാക്കുന്നത്. അപ്പം എന്താണ് ഈ ഇങ്ങനെ ഒരു ഗ്ലാമറസ് ലീഗൊക്കെ കൊണ്ടുള്ള ഗുണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നല്ലോ. എന്നാൽ ഉസ്ബെക്കിസ്ഥാനും ജോർദനും പേരിനെങ്കിലും പറയാൻ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലീഗുണ്ട്. ആ ലീഗ് പോലും ഇല്ലാത്ത രാജ്യങ്ങൾ ലോകകപ്പിൽ കളിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും ഈ ഒരു ഗ്ലാമറസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര പെയ്ഡ് ആയിട്ടുള്ള ഒരു ലീഗ് ഉണ്ടാകുന്നത് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ വളർച്ചയുടെ പ്രതീകമാണ് എന്ന് ചിന്തിക്കുന്നതിന് നമുക്കൊന്ന് മാറി ചിന്തിക്കാനുള്ളൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില രാജ്യങ്ങൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയതിനെ പറ്റിയിട്ടും കൂടി നമുക്ക് സംസാരിക്കാം, അതിൻ്റെ കാരണങ്ങൾ കൂടി സംസാരിക്കാം. 1998 കരീബിയൻ രാജ്യമായിട്ടുള്ള ജമൈക്ക ആദ്യമായിട്ട് ലോകകപ്പിലേക്കുള്ള യോഗ്യത ഉറപ്പാക്കുന്നത്. കരീബിയയിലൊരു ചെറിയ രാജ്യമാണ്, നമുക്കറിയാം. ജമൈക്ക എന്ന് പറയുന്ന പേര് പലപ്പോഴും നമ്മൾ കേൾക്കുന്നത് ഒളിമ്പിക്സിൻ്റെ സമയമൊക്കെ ആകുമ്പോഴാണ്, ഉസൈൻ ബോൾട്ട് ഇങ്ങനെയൊക്കെയുള്ള പേരുകളിൽ നിന്നാണ്. എന്താണെങ്കിലും 98 അവർ ലോകകപ്പിലേക്ക് ഒരു യോഗ്യത നേടുന്ന സമയത്ത് അവരുടെ രാജ്യത്തെ ലീഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെമി പ്രൊഫഷണൽ ഓർ അമച്ചർ ആയിട്ടുള്ള ഒരു ലീഗായിരുന്നു എന്നുള്ളതാണ്. എങ്കിൽ കൂടി അവരുടെ ടീമിലെ ലോകകപ്പിൽ കളിച്ചിട്ടുള്ള 22 സ്ക്വാഡ് പ്ലേയേഴ്സിൽ 14 പേരും അവരുടെ ഈ സെമി പ്രൊഫഷണൽ ലീഗിൽ നിന്ന് വന്നിട്ടുള്ളവരാണ് എന്നുള്ളതാണ്. 8 പ്ലേയേഴ്സ് മാത്രമാണ് പുറത്തെ ലീഗിൽ കളിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു താരമാണ് ഫ്രാങ്ക് സിംഗ്ലെയർ എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലണ്ടിൽ കളിച്ചിട്ടുള്ള താരമാണ്. അന്ന് അദ്ദേഹം ചെൽസിയിലാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. ചെൽസിയിൽ ദീർഘകാലം കളിച്ചിട്ടുള്ള ഒരു താരമാണ് അദ്ദേഹം എന്നുള്ളതാണ്. മറ്റ് ചില താരങ്ങൾ ഇംഗ്ലണ്ടിൽ നിന്നും മറ്റ് യൂറോപ്പിലെ പല രാജ്യങ്ങളിലുമൊക്കെ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പം ജമൈക്കയുടെ ആ ഒരു സക്സസ്സിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം ഇപ്പം ഈ ഒരു സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സിൻ്റെയും ക്വാളിറ്റി ആയിട്ട് പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ഒരു മിക്സ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ അവർക്ക് ആ സമയത്ത് ഒരു നല്ലൊരു ബ്രസീലിയൻ കോച്ച് ഉണ്ടായിരുന്നു. പിന്നെ പബ്ലിക്കിൻ്റെയും ഗവൺമെൻറ്റിൻ്റെയും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫാൻസൊക്കെ ഭയങ്കര രീതിയിൽ ആ സമയത്ത് സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഹോം മാച്ചസിലൊന്നും തന്നെ ക്വാളിഫയർ സ്റ്റേജിൽ പരാജയപ്പെടേണ്ടേ വന്നില്ല എന്നുള്ളതാണ്. ഇനി 2010 വരുമ്പോൾ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കരീബിയൻ രാജ്യം ലോകകപ്പിലേക്കുള്ള യോഗ്യത നേടിയിരുന്നു. ആ സമയത്ത് ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഒരു രാജ്യമായിരുന്നു ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ജമൈക്കക്കാളിലൊക്കെ വളരെ കുറഞ്ഞ ജനസംഖ്യ. അവിടുത്തെ ലീഗ് ഈ പറഞ്ഞ പോലെ ഒരു സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള ലീഗാണ്. ആ ഒരു ലീഗിൽ നിന്ന് ആകപ്പാട് 4 പ്ലേയേഴ്സിനെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ബാക്കി എല്ലാ പ്ലേയേഴ്സും ഇംഗ്ലണ്ടിലും മറ്റു പല യൂറോപ്പിലെയും അമേരിക്കയിലെയൊക്കെ പല
ക്ലബ്ബുകളിലൊക്കെ കളിക്കുന്ന താരങ്ങളായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു ടീമിൽ ഡ്വൈറ്റ് യോർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മുൻ താരമൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. നിലവിലിപ്പം ഈ ട്രിനിഡാഡ് ടൊബാഗോ എന്ന് പറഞ്ഞിട്ടുള്ള നാഷണൽ ടീമിന്റെ പരിശീലകൻ കൂടിയാണ് അദ്ദേഹം എന്നുള്ളതാണ്. പിന്നെ 2018 എല്ലാവർക്കും ഓർമ്മയുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഐസ്ലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള യൂറോപ്യൻ രാജ്യം മറ്റ് 2 രാജ്യങ്ങളിലും ഇപ്പം നോർത്ത് അമേരിക്കയിൽ നിന്നൊക്കെയാണ് യോഗ്യത നേടിയെങ്കിൽ യൂറോപ്പിൽ നിന്ന് ഏറ്റവും ശക്തരായുള്ള ടീമുള്ള യൂറോപ്പിൽ നിന്നാണ് ഐസ്ലൻഡ് 2018 ലോകകപ്പിന്റെ യോഗ്യത നേടുന്നത്. ഐസ്ലൻഡാണ് ലോകകപ്പിന്റെ ചരിത്രം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള ഒരു രാജ്യം ലോകകപ്പ് കളിക്കുന്നത്. വെറും 3.25 ലക്ഷം മാത്രമാണ് ഒരു ജനസംഖ്യ. അതായത് നമ്മുടെ കൊച്ചിയിലെയൊക്കെ ജനസംഖ്യയേക്കാൾ വളരെ കുറവ്, അതിൻ്റെ ഒരു പകുതി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ്. ഈ ഐസ്ലൻഡിൽ എന്ന് പറയുന്ന രാജ്യത്തും സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള ലീഗൊക്കെയാണുള്ളത്, അമച്ചർ ആയിട്ടുള്ള ലീഗാണുള്ളത്. പിന്നെ അവർ യൂത്തിൽ വലിയൊരു തോതിൽ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിരുന്നു. കാരണം അവരുടെ രാജ്യത്തെ സാഹചര്യങ്ങളൊന്നും അത്ര അനുകൂലമല്ല. ഈ ഐസ്ലൻഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ തണുപ്പുള്ള ഒക്കെ രാജ്യങ്ങളാണ്. അപ്പം നമ്മളെപ്പോലുള്ളവർക്കൊന്നും അവിടെ സർവൈവ് ചെയ്യാനൊന്നും അങ്ങനെ പറ്റില്ല. അപ്പം അവരതനുസരിച്ചിട്ടുള്ള അവിടുത്തെ ആളുകൾക്കൊന്നും സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള ട്രെയിനിങ് സൗകര്യങ്ങളും കോച്ചസിലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലുള്ള വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. പിന്നെ അവരുടെ ലീഗിൽ നിന്ന് ആകെപ്പാട് ഒരേ ഒരു പ്ലെയർ മാത്രമായിരുന്നു അന്ന് വേൾഡ് കപ്പ് സ്ക്വാഡിലുണ്ടായിരുന്നത്. പിന്നെ എല്ലാം യൂറോപ്പിൽ ഇംഗ്ലണ്ടിലൊക്കെ അടക്കം കളിച്ചവരാണ്. പിന്നെ ലോവർ ലീഗിൽ കളിക്കുന്ന പല പ്ലേയേഴ്സും ഉണ്ട്. അന്ന് തന്നെയൊക്കെ വാർത്ത വന്നതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഈ സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള പ്ലേയേഴ്സ്, ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ഫിലിം ഡയറക്ടേഴ്സൊക്കെ പോലെയുള്ള ആളുകളൊക്കെ ഈ ഒരു വേൾഡ് കപ്പിൻ്റെ ഒരു സ്ക്വാഡിൽ ഐസ്ലൻഡ് ടീമിലുണ്ട് എന്നുള്ളത്. അടുത്തത് ന്യൂസിലാൻഡാണ്. ന്യൂസിലാൻഡ് ഇത്തവണത്തെ ലോകകപ്പിൽ യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് 2026. അതിനു മുമ്പ് അവർ 1982-ലും 2010-ലും കളിച്ചിട്ടുണ്ട്. 2010 ന്യൂസിലൻഡ് ലോകകപ്പിൽ ഒരു അൺബീറ്റൻ ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം 3 മത്സരങ്ങൾ സമനിലയായിരുന്നു. വിജയിക്കാൻ പറ്റിയില്ലെങ്കിലും തോറ്റില്ല എന്നുള്ള സാഹചര്യത്തിലേക്കാണ് അന്ന് ഉണ്ടായിരുന്നത്. അന്ന് അവരുടെ ടീമിൽ ആകപ്പാട് 4 പ്ലേയേഴ്സ് ആയിരുന്നു ന്യൂസിലൻഡിലെ ലീഗിൽ നിന്നുണ്ടായിരുന്നത്. നമ്മൾ മുമ്പ് തന്നെ ഒരു വീഡിയോ സംസാരിച്ചിട്ടുണ്ട്. ന്യൂസിലൻഡിൽ ഇപ്പം ഓക്ലാൻഡ് സിറ്റി ഈ പറഞ്ഞ ക്ലബ് വേൾഡ് കപ്പിൽ കളിക്കുന്ന ടീം പോലും ഒരു പ്രൊഫഷണൽ ക്ലബ്ബല്ല, സെമി പ്രൊഫഷണൽ ആയിട്ടുള്ള മറ്റ് ജോലികളൊക്കെ ചെയ്യുന്ന വളരെ തുച്ഛമായിട്ടുള്ള സാലറി ഒക്കെ കിട്ടുന്ന പ്ലേയേഴ്സൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. കാരണം ഇവരുടെ പല പ്ലേയേഴ്സ് ഇപ്പോൾ ഓസ്ട്രേലിയയിലും യൂറോപ്പിലും ഒക്കെ ആയിട്ടാണ് കളിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ 2026 ലോകകപ്പിൻ്റെ യോഗ്യതാ മത്സരങ്ങളുടെയൊക്കെ ടീം എടുത്തു കഴിഞ്ഞാലും ഒരു പ്ലെയറെ പോലും നമുക്ക് ഈ ന്യൂസിലൻഡിൻ്റെ ലീഗിൽ നിന്ന് കാണാൻ സാധിക്കുന്നില്ല. കൂടുതൽ പ്ലേയേഴ്സും ഓസ്ട്രേലിയൻ ലീഗിലും അതുപോലെ തന്നെ യൂറോപ്പിലെ ലീഗുകളിലും ഒക്കെ കളിക്കുന്ന പ്ലേയേഴ്സ് ആണ് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. വിഷ്വൽ ക്വാളിറ്റി കൊണ്ട് ഗിമ്മിക്ക് കാട്ടി നമ്മുടെ ലീഗ് മികച്ചതായി എന്ന് പറഞ്ഞാലൊന്നും നമ്മൾ ലോകകപ്പോ അല്ലെങ്കിൽ ഒരു വേൾഡ് ക്ലാസ് ടീമോ ആയിട്ടൊന്നും മാറാൻ പോകുന്നില്ല. നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോപ്പർ ആകണം. അതിന് AIFF-ഉം ഇപ്പോൾ FSDL-ഉം അല്ലെങ്കിൽ ക്ലബ്ബുകളുമൊക്കെ ഒന്നിച്ച് പ്രയത്നിക്കണമെന്നുള്ളൊരു കാര്യമുണ്ട്. സീനിയർ ടീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് തീർച്ചയായിട്ടും ജൂനിയർ ലെവലുള്ള യൂത്ത് ഡെവലപ്മെൻറ്റിലാണ്. അതിൽ ഈ പറഞ്ഞ പോലെ കൂട്ടമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് നമ്മുടെ ഇന്ത്യൻ ഫുട്ബോൾ ഡെവലപ്പ് ചെയ്യണമെന്ന് പറയുന്നൊരു ഉദ്ദേശത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അത് സാധ്യമാകുകയുള്ളൂ. അല്ലാണ്ട് ഗിമ്മിക്ക് കാട്ടി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി മാറ്റിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഫുട്ബോൾ വളരുമെന്ന ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമൊന്നും കൊണ്ട് ISL-നും ഇന്ത്യൻ ഫുട്ബോളിന് ഒരു ഫ്യൂച്ചർ ഇല്ല എന്നുള്ള കാര്യം നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. നാഷണൽ ടീമിൻ്റെ പെർഫോമൻസിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ലീഗിന് വളർച്ചയുള്ളൂ. അപ്പം ഈ FSDL ലീഗ് എന്നൊക്കെ പറയുന്നത് ഒരു സൈഡിലും നാഷണൽ ടീമിൻ്റെ മത്സരങ്ങൾ അല്ലെങ്കിൽ യൂത്ത് ലീഗ് എന്ന് പറയുന്നത് വേറൊരു സൈഡിലും 2 ധ്രുവങ്ങളിലായിട്ടല്ല, ഇത് ഒന്നിച്ച് കൂടി പ്രവർത്തിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ അത്രയൊക്കെയാണ് പറയാനുള്ളത്. നിങ്ങളുടെ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ വേണ്ടി സൈനിങ് ഓഫ്.